അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരൻ ശൈത്താനാണ്. ശൈത്താൻ അവനെ നേർമാർഗത്തിന് തെറ്റിക്കുകയും അവനെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കുകയും വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവൻ വിചാരിക്കും ഞാനിപ്പോ നന്മയാണ് ചെയ്യുന്നത് എന്ന്. അത് വലിയ അപകടമാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഇരുലോകത്ത് വിജയിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ, പരിചയക്കാർ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിച്ച ചില ഗുണങ്ങളുള്ളവരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കേട്ടത്. സൂറത്തുൽ റഅദിൽ അല്ലാഹു കുടുംബബന്ധം ചേർക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമാന്മാർ എന്നുള്ള വിശേഷണം നൽകുകയുണ്ടായി. ഇതേപോലെ തന്നെ അല്ലാഹു സൂറത്ത് ആലി ഇംറാനിൻ്റെ അവസാന ഭാഗത്ത് ബുദ്ധിമാന്മാരുടെ മറ്റൊരു ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഓതി വെച്ചത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അവരുടെ ചില ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ, അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരാണ്. വഅലാ ജുനൂബിഹിം, അവരുടെ പാർശ്വങ്ങളിൽ അവർ കിടക്കുമ്പോഴും വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവർ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, നമ്മുടെ രക്ഷിതാവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിൻ്റെ ഒക്കെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ബുദ്ധിയുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ജീവിതം നമ്മുടെ മുഴുവൻ ജീവിതങ്ങളിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കൽ നമുക്ക് വളരെ എളുപ്പമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുഅ്മിനീങ്ങളോട് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനെ എപ്പോഴും ഓർമ്മിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ബുദ്ധിമാന്മാരെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ് യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി ഓർമ്മിക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അവന്റെ മഹത്വത്തെ നിങ്ങൾ പ്രകീർത്തിക്കുക. അപ്പൊ എല്ലാ സമയവും കൂടുതലായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ചുറ്റുപാടുകളുണ്ട്. എപ്പോഴും അധികമായി അള്ളാഹുവിനെ ഓർമ്മിക്കണം, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃകകളെ നമ്മൾ പിൻപറ്റണം. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തായ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം. അതിലൂടെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ സ്മരണയായി മാറും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ചില ആളുകളുടെ കച്ചവടങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബജീവിതങ്ങളെക്കുറിച്ചും ഒക്കെ അള്ളാഹു പറയുന്നുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവർക്ക് കച്ചവടങ്ങളുണ്ട്, മറ്റ് ഏർപ്പാടുകളുണ്ട്, മഈശത്തിന്റെ പല മാർഗങ്ങളും അവർക്കുണ്ടെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അതൊന്നും അവരെ മെനക്കെടുത്തുകയില്ല, അവരെ അശ്രദ്ധരാക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ.
കച്ചവടങ്ങളും മറ്റ് ക്രയവിക്രയങ്ങളും ഏർപ്പാടുകളും ഒക്കെ അവർക്കുണ്ടെങ്കിലും അവര് അള്ളാഹുവിനെ സ്മരിക്കുന്നതെന്നും അശ്രദ്ധരാകുന്നില്ല. നമസ്കാരം നിലനിർത്തുന്നവരിൽ നിന്നും അവര് അശ്രദ്ധരാകുന്നില്ല. സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവര് മടി കാണിക്കുന്നില്ല. ഇതൊക്കെ അവർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹൃദയങ്ങൾ ഇളകി മറിയുന്ന മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അവരെപ്പോഴും ഭയപ്പെടുന്നവരാണ്. കണ്ണുകളും ഹൃദയങ്ങളും ഒക്കെ ഇളകിപ്പോകും. അങ്ങനെയുള്ള പ്രയാസമേറിയ ദിവസം വരാനുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ട് എല്ലാ തിരക്കിനിടയിലും അവർ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന്റെ സ്മരണ അവർ നിലനിർത്തും. അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവും അള്ളാഹു എളുപ്പാക്കി കൊടുക്കും, ആഖിറവും അള്ളാഹു നന്നാക്കി കൊടുക്കും എന്നാണ് ശേഷം അള്ളാഹു പറയുന്നത്. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫളലി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അവർ ചെയ്ത ഈ നന്മയുടെ പേരിൽ അവർക്ക് ദുനിയാവിലും അള്ളാഹു ഔദാര്യം നൽകും. അള്ളാഹുവിന്റെ ഔദാര്യത്തിലുള്ള ദുനിയാവിൽ തന്നെ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. പിന്നെ കണക്കില്ലാത്ത പ്രതിഫലം ആഖിറത്തിലും അവർക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ഇപ്പൊ നമ്മളുടെ മക്കളാണെങ്കിലും നമ്മളുടെ കുടുംബജീവിതങ്ങളാണെങ്കിലും അതൊക്കെ ദുനിയാവിൽ പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്കും അതുണ്ടാകും. കുടുംബം, മക്കള്, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ മഈശത്തിന്റെ ഏർപ്പാടുകൾ. പക്ഷെ ഈ ഏർപ്പാടുകളും ഈ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ സ്മരണ വിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ വിട്ട് നമ്മൾ അശ്രദ്ധരാകാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കി കളയാൻ പാടില്ല. ഇവരോടൊക്കെ കൂടി ജീവിക്കുമ്പോൾ പോലും നമ്മളുടെ ദുനിയാവിന്റെ എല്ലാ ഏർപ്പാടുകളും നമ്മൾ നടത്തുമ്പോഴും അള്ളാഹുവിനെ മറക്കരുത്. അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ഏർപ്പാടുകൾ, മഈശത്തിന്റെ വഴികളെങ്കിൽ തീർച്ചയായും അവർ പരാജയപ്പെടും. അവർ നഷ്ടക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ ജിഹാദി അഅ്ലമു അജ്റ, ജിഹാദിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗസമരത്തിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ത്യാഗസമരം ഏതാണ്, ഏതു വഴിയിലാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി വളരെ ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ്. അക്സറുഹും ലില്ലാഹി തആല ദിക്റ, അള്ളാഹുവിനെ അധികമായി ഓർമ്മിക്കുന്ന ജിഹാദാണ്, അള്ളാഹുവിനെ അധികമായി സ്മരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗസമരമാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്നത്. പിന്നെ ആ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, അയ്യുസ്സായിമീന അഅ്ലമു അജ്റ, നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പ് ഏത് നോമ്പിനാണ്, ഏത് നോമ്പിനാണ് ഏറ്റവും പ്രതിഫലം ഉള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ, ആരാണോ അള്ളാഹുവിനെ അധികമായി ഓർത്തുകൊണ്ട് നോമ്പെടുക്കുന്നത് ആ നോമ്പിനാണ് കൂടുതൽ പ്രതിഫലം ഉള്ളത്. ഇങ്ങനെ സുമ്മ ദക്കറ ലനാ അസ്സലാത്ത വസ്സകാത്ത വൽ ഹജ്ജ വസ്സദഖ, പിന്നെ ഓരോ കാര്യവും ഞങ്ങളോട് ചോദിക്കുമ്പോഴും പ്രവാചകൻ പറയുന്ന നമസ്കാരത്തെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ചാണെങ്കിലും ഹജ്ജിനെ കുറിച്ചാണെങ്കിലും സദഖനെ കുറിച്ചാണെങ്കിലും ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഏറ്റവും നല്ല നമസ്കാരം, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സക്കാത്ത്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഹജ്ജ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ, അതെല്ലാം അള്ളാഹുവിനെ അധികമായി ഓർമ്മിക്കുന്ന അമലുകളായി മാറുമ്പോഴാണ് അതിനൊക്കെ ഏറ്റവും വലിയ പ്രതിഫലം ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവர்கள் ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഹബൽ സാകിറൂന ബികുല്ലി ഖൈറിൻ, അല്ലാഹുവിനെ സ്മരിക്കുന്നവർ എല്ലാ പ്രതിഫലവും എല്ലാ ഖൈറുകളും കൊണ്ടുപോയല്ലോ. അപ്പോൾ അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജൽ, നബി തങ്ങൾ പറഞ്ഞു, അതെ, എല്ലാ പ്രതിഫലങ്ങളും അവർക്കാണ്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരുന്ന് ദിക്ർ ചെയ്യുക, അതൊരു അമലാണ്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്, നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളിലും അള്ളാഹുവിന്റെ ഓർമ്മ നമ്മൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്മരണ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാതെയാണ് നമ്മൾ അമൽ ചെയ്യുന്നതെങ്കിൽ അതിലൊക്കെ ശൈത്താന്റെ സ്വാധീനം ഉണ്ടാവും, അശ്രദ്ധ ഉണ്ടാവും. അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാതെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ
അവന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ശൈത്താനെ നിശ്ചയിച്ചു കൊടുക്കും എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ശൈത്താൻ അവനെ കൂടി തോന്നിപ്പിക്കും, നീ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. സത്യത്തിൽ അവൻ സത്യത്തിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും, അവൻ ഹക്കിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരൻ ശൈത്താനാണ്. ശൈത്താൻ അവനെ നേർമാർഗത്തിന് തെറ്റിക്കുകയും അവനെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കുകയും വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവൻ വിചാരിക്കും ഞാനിപ്പോ നന്മയാണ് ചെയ്യുന്നത് എന്ന്. അത് വലിയ അപകടമാണ്. അപ്പൊ പിന്നെ തൗബ ചെയ്യാനുള്ള അവസരം പോലും ഉണ്ടാവൂല. ഒരാൾ തിന്മ ചെയ്തിട്ട് ഞാൻ നന്മയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാവൂല. ഇതെല്ലാം അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അശ്രദ്ധനാകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ഒരാൾ രാത്രി ഉറങ്ങുമ്പോൾ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരികയാണ്, ശൈത്താൻ നിങ്ങളുടെ തലയിൽ 3 കെട്ടുകൾ ഇടുമെന്നാണ്. യദ്രിബു കുല്ല അഖദത്തിൻ, ഓരോ കെട്ടിലും ശൈത്താൻ ഊതും, അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്, രാത്രി വളരെ ദീർഘമാണ്, അതുകൊണ്ട് ഉറങ്ങിക്കോളി. ഞെട്ടിയാലും പിന്നെയും പറയും ഉറങ്ങിക്കോളി, ഇനിയും ഒരുപാട് സമയമുണ്ട് സൂര്യൻ ഉദിക്കാൻ എന്ന് ശൈത്താൻ മന്ത്രിക്കുമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ ഇഖദ ദഖറല്ലാഹ്, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർമ്മിച്ചു. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്നാണ് പ്രവാചകൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ പറഞ്ഞിരുന്നത്. ആ വചനം പറഞ്ഞ് അള്ളാഹുവിനെ ഓർമ്മിച്ചാൽ ഒരു കെട്ട് ഉടൻ അഴിഞ്ഞു വീഴും. പിന്നെ അവൻ വുളൂ ചെയ്താൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു വീഴും. പിന്നെ അവൻ നമസ്കരിച്ചാൽ 3-ാമത്തെ കെട്ടും അഴിഞ്ഞു വീഴും. അന്നത്തെ ദിവസം അവൻ നല്ല ഉന്മേഷത്തിലായിരിക്കും, അവൻ നല്ല മനസ്സിലായിരിക്കും, അവന്റെ മനസ്സിന് നല്ല സ്വസ്ഥത ഉണ്ടാവും, അന്ന് നല്ല ഉണർവുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യൻ ചെയ്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ അള്ളാഹുവിനെ ഓർത്തില്ല, വുളൂ ചെയ്ത് നമസ്കരിച്ചില്ല എങ്കിൽ ഈ 3 കെട്ടുകളിലാണ് അവന്റെ മനസ്സുണ്ടാകുക. ഒരുതരം അസ്വസ്ഥതയിൽ തയ്യിബുൻ നഫ്സിന് പകരം പ്രവാചകൻ പറഞ്ഞത് ഖബീസുൻ നഫ്സ് കസ്ലാൻ, ഒരുതരം മടിയനായിട്ടായിരിക്കും അവൻ രാവിലെ മുതൽ ഉണ്ടാവുക, ഒരുതരം അസ്വസ്ഥതയായിരിക്കും അവന്റെ മനസ്സിലുണ്ടാവുക. ഇങ്ങനെ അള്ളാഹുവിന്റെ സ്മരണ വിട്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ഒരുതരം അസ്വസ്ഥതയിൽ അകപ്പെട്ടു പോവുകയാണ്, അവന്റെ ഉന്മേഷം നഷ്ടപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സമയത്തും പ്രവാചകൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ പറഞ്ഞു, ഒരാൾ വസ്ത്രം ധരിക്കുകയാണ്, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, കസാനി ഹാദ സൗബ, ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ചവൻ അല്ലാഹുവാണ്, വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, ഇത് ധരിക്കാനോ അഴിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല. എത്രയോ ആളുകളുണ്ട്, അവര് ധരിച്ച വസ്ത്രം അവര് പോലും അല്ല അഴിക്കുന്നത്, അത് ആശുപത്രികളിൽ കൊണ്ടുപോകുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. നല്ല പുതിയ വസ്ത്രം ധരിച്ച് കല്യാണത്തിന് പോയ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോയ ആളുകൾ ഉടനെ തലയിറങ്ങി വീട് മരണപ്പെട്ടു പോയി ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നെ അത് അഴിക്കുകയല്ല, പിന്നെ കത്രികകൾ കൊണ്ട് അത് മുറിച്ചെടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി പറയണ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ പോലും പറയേണ്ടത് എന്താണ്? പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ഈ വസ്ത്രം എനിക്ക് തന്നത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് ഇതെന്നെ ധരിപ്പിക്കേണ്ടത്, അള്ളാഹുവാണ് ഇത് അഴിപ്പിക്കേണ്ടത്, എനിക്ക് അതിനൊന്നും ഒരു കഴിവുമില്ല എന്നൊരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോഴും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തഅം, ഒരാൾ പറയുകയാണ് ഈ ഭക്ഷണം എന്നെ കഴിപ്പിച്ചവൻ അല്ലാഹുവാണ്, വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, ഈ ഭക്ഷണം എന്റെ അന്നനാളത്തിലൂടെ ഇറക്കി കൊണ്ടുപോയി അതിനെ ദഹിപ്പിച്ച് അതിനെ ഊർജ്ജമാക്കി മാറ്റേണ്ടത്, മാലിന്യമാക്കി വേർതിരിക്കേണ്ടത് അല്ലാഹുവാണ്, എനിക്ക് അതിനുള്ള കഴിവില്ല. നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ശ്വാസനാളത്തിലെങ്ങാനും അതിൽ അല്പം പെട്ടുപോയാൽ മതി, മനുഷ്യന്റെ ജീവന് അത് അപകടമാണ്, ഹാനിയാണ്, പ്രയാസമാണ്. ഇതിനെ കൃത്യമായി അന്നനാളത്തിലൂടെ കൊണ്ടുപോകുന്നത് ആരാണ്? അതെന്റെ കൺട്രോളിലില്ല, ഉടമസ്ഥനായ നിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് നിനക്കാണ് സർവസ്തുതിയും എന്നൊരടിമ അള്ളാഹുവിനെ ഓർത്തു കഴിയുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹു പറയും അവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹുവിന് മാപ്പാക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളെ നമസ്കാരത്തിലും സത്യത്തിലും അള്ളാഹുവിനെ ഓർമ്മിക്കുകയാണ്. നമ്മൾ യാന്ത്രികമായി നമസ്കരിച്ചു പോകുന്നു, അള്ളാഹുവിനെ ഓർമ്മിക്കാറുള്ളത് വളരെ കുറവാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഫാത്തിഹ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ അല്ലാഹു പ്രതികരിക്കുമെന്നാണ്. ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുകയാണ്. അർ റഹ്മാനിർ റഹീം, ഈ ദുനിയാവിൽ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു. അനുസരിച്ചവർക്ക് പ്രത്യേകം ആഖിറത്തിൽ കരുണ ചെയ്യുന്നവനാണ് എന്ന് അടിമ പറയുമ്പോൾ ഉടൻ അള്ളാഹു പ്രതികരിക്കുമെന്നാണ്. അസ്ന അലൈയ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. പിന്നെ അടിമ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമക്കാണ് എല്ലാ സ്തുതികളും എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോഴും അള്ളാഹു നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെ അറിയില്ല നമ്മളയാളെ ഓർക്കുന്നുണ്ടോ. പക്ഷേ അള്ളാഹുവിനെ അറിയാം. അള്ളാഹു നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ മനസ്സറിയുന്നവനാണ്. നമ്മൾ ആരെ സ്നേഹിച്ചാലും എത്ര ഓർത്താലും നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ അയാളെ ഓർക്കുന്നുണ്ടോ എന്ന് അയാൾ അറിയുന്നില്ല. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോൾ ആ സമയത്ത് തന്നെ അള്ളാഹു നമ്മൾ ഓർക്കുമെന്ന് മാത്രമല്ല, അതിന് അള്ളാഹു പ്രതികരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഓരോ അനുഗ്രഹങ്ങളിലും അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരാകുന്നത്. അതല്ലാതെ ദുനിയാവിന്റെ സാമർഥ്യങ്ങൾക്കാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. സത്യത്തിൽ യഥാർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ തദ്കുറു നിഅമത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കണം എന്നാണ് പറഞ്ഞത്. നല്ലതുപോലെ വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ പറയണം. ഖുർആനിലാണ് അല്ലാഹു പറയുന്നത് ഈ ദുആ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അല്ലാഹുവാണ്. ഇതിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല, ഇതിനെ അല്ലാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഒരു ഏറ്റു സമ്മതിക്കലാണ്. നല്ല ഡ്രൈവിംഗ് അറിയുന്ന ആളെടുത്താണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. അവരൊക്കെ അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെടുന്നത്. ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല രീതിയിൽ ഓടിക്കും, നല്ല കഴിവുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷം പാളിയാ മതി, വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പൊ അള്ളാഹുവിനോട് ഒരു അടിമ സമ്മതിക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്, ഈ വാഹനം എന്റെ നിയന്ത്രണത്തിലല്ല, ഇതിനെ നിയന്ത്രിക്കുന്നവൻ നീയാണ്, ഇതിനെ അധീനപ്പെടുത്തുന്നവൻ നീയാണ്. നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഒരിക്കലും മടങ്ങാത്ത ഒരു യാത്ര നിന്നിലേക്ക് നമുക്കൊക്കെ ഉണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കാൻ തുടങ്ങേണ്ടത് തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ ദുആ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാൾ യാത്രയിൽ അനാവശ്യമായ ഗാനങ്ങളൊക്കെ വെച്ചാണ് പോകുന്നതെങ്കിൽ അവന്റെ കൂടെ ഒരു ശൈത്താനാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ യാത്രയിൽ അവന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മലക്കിനെ തന്നെ അള്ളാഹു നിശ്ചയിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസിൽ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്മരണയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമാണ്. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ രാവിലെ അയാൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഇറങ്ങേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു, അല്ലാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. നന്മ ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം. ഹലാലായ വഴികൾ എനിക്ക് തുറന്നു തരണം. ഞാൻ മൈശത്തിന് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഇറങ്ങുകയാണ്, എന്റെ ഈ ആവശ്യം നീ എളുപ്പാക്കണം എന്നതാണ് ആ ദുആന്റെ ആകെ ചുരുക്കം. വളരെ എളുപ്പമായ ഒരു വാക്കാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉടനെ ഒരു മലക്ക് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കും, കുഫീത വവുഖീത വഹുദീത വതൻഹാനഹു ശൈത്താൻ, നീ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ പോകുന്നത്, നീ ലക്ഷ്യം പ്രാപിക്കും, നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, നീ സന്മാർഗത്തിലാകും, ശൈത്താൻ നിന്നിൽ നിന്നും ദൂരെ മാറിപ്പോവും, ശൈത്താൻ അവന്റെ അടുക്കൽ പോലും വരൂല. അള്ളാഹിന്റെ പ്രത്യേകമായ സഹായത്തോടു കൂടിയാണ് പിന്നീട് അവൻ രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ആ മനുഷ്യനുണ്ടാവുക. ഇതാണ് അള്ളാഹു പറഞ്ഞത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ അവർ ഓർക്കുമെന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, അവര് നിസ്കാരത്തിൽ പോലും അള്ളാഹിനെ ഓർക്കൂലാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ നമസ്കരിക്കും.
അങ്ങനെ അവര് ഒരു പ്രകടനമായിരിക്കും. നിസ്കാരം എന്നൊക്കെ പറഞ്ഞ അള്ളാനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അഖിമിസ് സ്വലാത്ത ലിദിക്രി. പക്ഷെ അതിൽ പോലും അള്ളാനെ ഓർക്കൂല. അങ്ങനെ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, പേരിന് അല്പം അവർ ഓർക്കും. അങ്ങനെ ഓർത്ത് അവർ നമസ്കരിക്കും എന്നല്ലാതെ അള്ളാഹുവിന്റെ സ്മരണ പൂർണ്ണമായി അവരുടെ ഇബാദത്തിൽ ഉണ്ടാവൂല. അള്ളാഹ് നിർബന്ധമാക്കിയ അമലുകളിൽ പോലും കാണൂല എന്ന് അള്ളാഹു മുനാഫിഖീങ്ങളെ വിമർശിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അവരുടെ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. അവരുടെ നമസ്കാരം അവരുടെ ബാക്കി ജീവിതം മുഴുവൻ പരിവർത്തിപ്പിക്കും. കാരണം അള്ളാഹുവിന്റെ സ്മരണയാണ് നമസ്കാരം. അതാണ് ഏറ്റവും വലുത്. ആ സ്മരണ നമസ്കാരത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ അവൻ 24 മണിക്കൂർ തെറ്റ് ചെയ്യാൻ അവന് സാധിക്കൂല എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ ആ തെറ്റിൽ നിന്നും ആ നമസ്കാരത്തിലെ ഓർമ്മ തന്നെ അവനെ തടുത്തു നിർത്തും. അള്ളാഹുവിനെ അവൻ ഓർമ്മിച്ചാണ് നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കാരം തന്നെ അവന്റെ തിന്മയിൽ നിന്ന് അവനെ തടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. മോശമായ കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും ഒരാളെ അശ്രദ്ധനാക്കി കളയുന്നത്. എന്നാൽ ആഖിറത്തിൽ വരുമ്പോൾ ചില മുജ്രിമീങ്ങള്, കുറ്റവാളികൾ അള്ളാഹുവിനോട് പറയുന്ന വാക്ക് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഞങ്ങൾ അള്ളാഹുവെ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു, നിന്നെ ഓർക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, നിന്നെ ഓർക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു, പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല, ഞങ്ങളുടെ മോശമായ കൂട്ടുകാരതിന് അനുവദിച്ചില്ല. ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. ഞാൻ സന്മാർഗം പ്രാപിച്ചതിന് ശേഷം എന്നെ വഴിപിഴപ്പിച്ചത് ഈ കൂട്ടുകാരനാണ് എന്ന് ആ കൂട്ടുകാരനെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹിനോട് പറയുകയാണ്. അള്ളാഹു പറയും, ഇപ്പം പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ ദുനിയാവിൽ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം. അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ സമയങ്ങൾ ചെലവഴിക്കണം. അപ്പോഴാണ് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവുക. അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമല്. അതിനേക്കാൾ വലിയൊരു അമലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവர்கள் ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അമൽ ഏതാണ്? ഈ ലോകത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് തമൂത വലിസാനുക റതുബും മിൻ ദിക്രില്ലാഹ്, നീ മരിക്കുമ്പോൾ നിന്റെ നാവ് അള്ളാഹുവിന്റെ സ്മരണയിലായി നനഞ്ഞുകൊണ്ടിരിക്കലാണ്. നാവ് നനയണം എന്നാണ് പ്രവാചകൻ പറയുന്നത്. അള്ളാഹിന്റെ സ്മരണ കൊണ്ട് നാവ് നനഞ്ഞ അവസ്ഥയിൽ നീ മരിച്ചു പോവുക, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് അള്ളാഹുവിന്റെ സ്മരണ നാവിലുണ്ടാകണം. അള്ളാഹുവിനെ പുകഴ്ത്തണം, വാഴ്ത്തണം, അള്ളാഹിന്റെ തസ്ബീഹുകൾ ചെയ്യണം. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാവ് നനയുക. അങ്ങനെയുള്ള അവസ്ഥയിൽ നിനക്ക് മരിക്കാൻ സാധിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമൽ. അത് മരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റൂല. അത് ജീവിതം ആ രീതിയിൽ നമ്മൾ തർത്തീബാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ രീതിയിലുള്ള മരണം അള്ളാഹു നമുക്ക് നൽകുക. മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പരീക്ഷണത്തിന്റെ പല ദിനങ്ങളും അവരുടെ ജീവിതത്തിൽ വരും. സഹാബാക്കളുടെ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ദജ്ജാലിനെ കുറിച്ചും അവന്റെ ഭൂമിയിലെ ഭരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ചോദിച്ചതായി ഹദീസിൽ വരുന്നുണ്ട്, ആ ദജ്ജാലിന്റെ ഭരണ സമയത്ത് ദജ്ജാല് ഭരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ ഉണ്ടാവുമല്ലോ, അന്ന് മുഅ്മിനീങ്ങളുടെ ഭക്ഷണം എന്താണ്? സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് തആമുൽ മലായിക, അന്ന് മലക്കുകളുടെ ഭക്ഷണമായിരിക്കും മുഅ്മിനീങ്ങളുടെ ഭക്ഷണം. അപ്പൊ സഹാബാക്കൾ വീണ്ടും ചോദിച്ചു, വമാ തആമുൽ മലായിക, എന്താണ് മലക്കുകളുടെ ഭക്ഷണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തസ്ബീഹു വത്തഖദീസ്, മലക്കുകളുടെ ഭക്ഷണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിന്നെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു, നിന്റെ കലിമ നമ്മൾ പറയുന്നു, നിന്റെ പരിശുദ്ധി നമ്മൾ വാഴ്ത്തുന്നു. അതാണ് മലക്കുകളുടെ ഭക്ഷണം, അതായിരിക്കും അന്ന് മുഅ്മിനീങ്ങളുടെ ഭക്ഷണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഈ ഒരു വചനത്തിലൂടെ അദ്ഹബല്ലാഹു അൻഹുൽ ജൂഅ, അല്ലാഹു അവരുടെ വിശപ്പ് മാറ്റി കൊടുക്കും. അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, എത്രയോ ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ശരീരങ്ങളൊക്കെ മെലിഞ്ഞൊട്ടിപ്പോയി. അവരാ വിശപ്പിൽ വീഴുമ്പോഴും അവരുടെ കലിമ അവർ ഒഴിവാക്കുന്നില്ല. ആ കലിമ അവർ ഉറക്കെ പറയുകയാണ്. ആദർശത്തെ ആരുടെ മുന്നിൽ അവർ പണയം വെക്കുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിലുള്ള കലിമ അവർ നാവുകൊണ്ട് ഉറക്കെ പറയുകയാണ്. സത്യത്തിൽ ഈ ഹദീസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഗസ്സനെ കുറിച്ചാണോ പ്രവാചകൻ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്ന് മാത്രമല്ല വലം യഖ്ശ ജൂഅൻ, വിശപ്പ് അവരെ ഭയപ്പെടുത്തുകയില്ല. വിശപ്പ് ആരെങ്കിലും ഭയപ്പെടുത്തുമോ? പ്രവാചകൻ പറഞ്ഞ വാക്ക് എത്ര അർത്ഥപൂർണമാണ്.
പ്രവാചകൻ പറയാണ്, വിശപ്പൊന്നും അവരെ പരാജയപ്പെടുത്തുന്നില്ല, അവരെ ഭയപ്പെടുത്തുന്നില്ല. വിശപ്പൊന്നും അവർക്ക് വിഷയമല്ല. അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലാണ് ഉറച്ചു നിൽക്കുന്നത്. മരണം വരെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും വിശന്നവര് മരിക്കുകയാണ്. അവർക്കൊന്ന് അടിയറ പറഞ്ഞാൽ മതി, നമ്മൾ നിങ്ങളായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൂടിയാൽ മതി. പക്ഷെ അവരുടെ ഈമാൻ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷെ ആ പട്ടിണി കിടക്കുമ്പോഴും മുഅ്മിനീങ്ങളെ ആ പട്ടിണി ഭയപ്പെടുത്തുകയില്ല. മറിച്ച് ആ പട്ടിണിയുടെ സാഹചര്യത്തിൽ മുഅ്മിനീങ്ങൾ പറയുന്ന വചനം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ പട്ടിണിയേക്കാൾ അവർക്ക് ഏറ്റവും ഇഷ്ടം, അവരെ ആഗ്രഹിച്ചത് ഈ കലിമയാണ്. ഭക്ഷണത്തെക്കാൾ അവർ പ്രിയപ്പെട്ടത് ഈ കലിമയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ഈ കലിമയുടെ വചനം അവർ ഒഴിവാക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ സമയത്തും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെ സമയത്തും എപ്പോഴും അള്ളാഹുവിന്റെ സ്മരണ നമ്മൾ നിലനിർത്തണം. മുഅ്മിനീങ്ങളെ അല്ലാഹു വെറുതെ വിടുകയില്ല. മറിച്ച് അവന്റെ ഈമാനെ പരിശോധിക്കാൻ വേണ്ടി പല സാഹചര്യങ്ങളും ദുനിയാവിൽ ഉണ്ടാക്കും. ആ സാഹചര്യത്തിലൊക്കെ അടിപതറാതെ അള്ളാഹുവിന്റെ ദീനിലും ഈമാനിലും പരിശുദ്ധമായ കലിമയിലും ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. അവരെ കുറിച്ചാണ് അള്ളാഹു സൂറത്ത് ആലി ഇംറാന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അവരാണ് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അള്ളാഹനെ ഓർക്കുന്നവരാണ്. അവരാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന യഥാർത്ഥ വിജയികൾ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നമ്മളിൽ നിന്നും ലോകത്തുള്ള നാനാഭാഗത്തുള്ള മുസ്ലിമീങ്ങളിൽ നിന്നും അള്ളാഹു നീക്കി അനുഗ്രഹവും ഐശ്വര്യവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.